ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൻ. നമുക്കിന്ന് പപ്പട ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 പപ്പടം വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ചുവന്നുള്ളി എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ആവശ്യത്തിന് കറിവേപ്പില എണ്ണയിലിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്, പച്ച തേങ്ങ. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അതോടൊപ്പം 2 കാന്താരി മുളകും ഒരു ചെറിയ കഷ്ണം പുളിയും എടുത്തിട്ടുണ്ട്. വാളംപുളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വത്തൽ മുളക് വറുത്തും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റിയുമാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ പപ്പടം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചുവന്നുള്ളിയും കറിവേപ്പിലയും വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വത്തൽ മുളകും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാവേ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും 2 കാന്താരി മുളകും പുളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി അടിക്കാം. അപ്പം ഞാനതിട്ട് കൊടുക്കുകയാണേ. നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കാം. ഇനി നമുക്കിതൊന്നും കൂടി അടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കാം. ഇനി ഉപ്പും പുളിയും കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുളിയും സ്വല്പം ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇതിപ്പം എനിക്ക് ഇച്ചിരി പുളി കുറവായിട്ട് തോന്നി, ഞാനതുകൊണ്ട് കുറച്ച് പുളി കൂടി ഇട്ട് അടിച്ചെടുക്കുവാണേ. ഞാൻ അപ്പോൾ ഇച്ചിരി പുളി കൂടി ഇടുക. എന്നിട്ട് ഞാനിതൊന്നുകൂടി അടിച്ചെടുക്കാൻ പോവാണ്. ഈ ഉപ്പ്, പുളി, എരിവ് ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. അപ്പം ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ തൂകി കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൈ വെച്ച് നന്നായിട്ട് ഉരുട്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, വെരി ഈസി റെസിപ്പിയുമാണ്. പിന്നെ നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്